ഹായ്, ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ട്രെൻഡിങ് നിൽക്കുന്ന റെസിപ്പിയാണ്. ഒരു ഏത്തപ്പഴം വെച്ച് നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ്ങിനായിട്ട് കഴിക്കാം. അതിന് വേണ്ടി ഞാനൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് എല്ലാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പഴമെല്ലാം ഇത് ഈ പാത്രത്തിലോട്ടാക്കാം. ബാക്കിയും കൂടെ അങ്ങോട്ട് പാത്രത്തിലോട്ട് ഇടാം. പഴമെല്ലാം നമ്മൾ പാത്രത്തിലോട്ടാക്കി വെച്ചു. അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഇതിനകത്തോട്ടിടാം. ഇനി വേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇച്ചിരി മതി, കുറച്ച് പാല്, 1 സ്പൂൺ മതി. ഇനി ഇതിനകത്ത് ഏലക്കപ്പൊടി. ഇനി വേണ്ടത് കോഴിമുട്ട ഒരെണ്ണം, ലേശം മഞ്ഞൾപ്പൊടി. തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനകത്തോട്ട് ചുട്ടെടുക്കാം. നമ്മൾ നേരത്തെ ഏത്തയ്ക്ക പൊരിച്ചെടുത്തില്ല, അതിനകത്ത് തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നത്. ഒന്ന് തിരിച്ചിടാം. ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്ത് 2 പഴം വയ്ക്കണം. തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. നമുക്കിത് മടക്കാം. ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരെണ്ണം കൂടെ തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടി നമ്മൾ ബാക്കിയിരുന്ന മാവ് നമ്മൾ കോരി ഒഴിച്ച് ഇതേപോലെ ചുട്ടെടുക്കാം. അത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടാൻ ഈ പഴം വെച്ച് കൊടുക്കുക. അതേപോലെ തേങ്ങ വെച്ച് കൊടുക്കുക. ഇങ്ങനെ മടക്കി വെക്കണം.
ഇച്ചിരി നൂല് പോയി ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. നമ്മുടെ പഴം വെച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈവനിങ് ആയിട്ട് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഏത്തപ്പഴം വെച്ചുള്ളത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ നോക്കണം. നല്ല ടേസ്റ്റാണ്. കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് നല്ലോണം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. ഇതൊന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഓരോ പീസുകളൊക്കെ എടുത്ത് കഴിക്കാം. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. അധികം ചേരുവകളൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് ചേരുവ ഇതിൽ ചേർത്തിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വലിയ പാടൊന്നുമില്ല. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു, കൂടുതലും ഈവനിങ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, ചായയുടെ കൂടെയൊക്കെ. പിന്നെ രാവിലെയും വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. അടിപൊളി റെസിപ്പിയായിട്ട് നാളെ വരാം. ഇതേപോലെ നല്ല നല്ല റെസിപ്പികളായിട്ട് നല്ല വീഡിയോകളായിട്ട് വരാം. അങ്ങനെ നല്ല നല്ല വിഭവങ്ങളായിട്ട്. ഓക്കെ, ബൈ.